നമസ്കാരം. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നമ്മുടെ പത്രങ്ങളിലും ചാനലുകളിലുമൊക്കെ വാർത്ത വന്നുകൊണ്ടിരിക്കുന്നു. വിഴിഞ്ഞത്ത് എക്സിം ചരക്ക് നീക്കം ആരംഭിക്കുന്നു. എക്സിം എന്ന് പറഞ്ഞാൽ എക്സ്പോർട്ടും ഇമ്പോർട്ടും. ഇത് വലിയ വാർത്തയായി വന്നുകൊണ്ടിരിക്കുന്നു. ചാനലുകളിലും പത്രങ്ങളിലും പ്രത്യേക ഫീച്ചറുകൾ വരുന്നു. ഇന്നത്തെ എല്ലാ പത്രങ്ങളിലും തന്നെ ഒരു ഫുൾ പേജ് പരസ്യമുണ്ട്. വി.ഡി. സതീശന്റെ വലിയ പുഞ്ചിരിക്കുന്ന മുഖത്തോടെയുള്ള ഒരു പരസ്യം. ആ പരസ്യം ഇതാണ്: വിഴിഞ്ഞം തുറക്കുന്നു, ഇന്ത്യയുടെ പുതിയ ആഗോള വ്യാപാര കവാടം. എക്സിം ബ്രാക്കറ്റിൽ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം, മിഷൻ സമുദ്രയുടെ ഔദ്യോഗിക പ്രഖ്യാപനം, പുതിയ യുഗത്തിലേക്ക് ചുവടുവെച്ച് കേരളം. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക വളർച്ചയിലും രാജ്യത്തിന്റെ സമുദ്രമേഖലയിലും പുതിയ ചരിത്ര അധ്യായം കുറിച്ചുകൊണ്ട് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് തുടക്കമാകുന്നു. സമ്പൂർണ്ണ എക്സിം കവാടം, മിഷൻ സമുദ്ര, സാമ്പത്തിക നേട്ടം, വികസന വേഗം എന്നൊക്കെ പറഞ്ഞുള്ള ഒരു പരസ്യമുണ്ട്. നമ്മളെല്ലാവരും തന്നെ ഈ ചാനലുകളിലോ പത്രങ്ങളിലോ ഈ പരസ്യം കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഇത് കൃത്യമായി എത്ര പേർക്ക് പിടികിട്ടിട്ടുണ്ട്? സത്യം പറയാമല്ലോ, ഈ ചാനൽ വാർത്തകളും പത്രവാർത്തകളും പത്രപരസ്യവും ഒക്കെ കണ്ടിട്ടും വായിച്ചിട്ടും ഇന്ന് രാവിലെ മഹേഷ് ഗുപ്തൻ എന്ന വിഴിഞ്ഞം പോർട്ടിൻ്റെ PROയെ വിളിച്ച് ഒരു 2 മിനിറ്റ് സംസാരിക്കുന്നത് വരെ കൃത്യമായി എനിക്ക് പിടികിട്ടിയില്ല. അതിൻ്റെ കാരണം, വിഴിഞ്ഞം പദ്ധതി നമ്മൾ കഴിഞ്ഞ കുറേ കാലമായി അഭിമാനത്തോടെ കാണുന്ന ഒരു പദ്ധതിയാണ്. ഈ പദ്ധതിയുടെ പേരിൽ ഒരുപാട് അവകാശവാദങ്ങൾ നടക്കുന്നുണ്ട്. ഇതിന് പല ഘട്ടങ്ങളുടെയും ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട വാർത്തകളും പരസ്യങ്ങളും ചടങ്ങുകളുമൊക്കെ നമ്മൾ കേട്ടും വായിച്ചും അറിഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ നമുക്ക് ആശയക്കുഴപ്പമാണ്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മാറി മാറി വരുന്ന സർക്കാരുകൾ അല്ലെങ്കിൽ ഭരണാധികാരികൾ അവരുടെ സൗകര്യാർത്ഥം ഓരോ ആഘോഷങ്ങൾ നടത്തുന്നു എന്നാണ്. സാധാരണ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം വിഴിഞ്ഞം എന്ന് പറയുന്ന ഒരു തുറമുഖം തുടങ്ങി, അവിടെ പരിപാടികൾ തുടങ്ങി എന്നേ നമ്മൾ മനസ്സിലാക്കിയുള്ളൂ. എന്നാൽ ഘട്ടം ഘട്ടമായി ഓരോരുത്തർ ഓരോരോ പ്രഖ്യാപനങ്ങൾ നടത്തുകയും ഓരോരോ ഭാഗങ്ങളിലേക്ക് കടക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിൽ ഏറ്റവും നിർണായകമായ ദിവസമാണിന്ന്. വിഴിഞ്ഞം പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം ഉമ്മൻചാണ്ടി നടത്തി. പിന്നീട് പിണറായി വിജയൻ പല ഘട്ടങ്ങൾ നടത്തുകയും സഖാക്കൾ പിണറായി ഇല്ലായിരുന്നെങ്കിൽ ഇങ്ങനൊരു പദ്ധതി ഉണ്ടാവുകയേ ഇല്ലായിരുന്നു എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇപ്പോഴിതാ സതീശന്റെ ആദ്യത്തെ ഉദ്ഘാടന മാമാങ്കമാണ്. ഇതെന്താണെന്ന് സതീശൻ പറഞ്ഞതിൽ നിന്ന് നമുക്ക് തുടങ്ങാം. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് നിന്നുള്ള കയറ്റുമതി ഇറക്കുമതി സംരംഭം ഈ മാസം 18-ാം തീയതി ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. നമുക്കറിയാം, ഇതുവരെ ട്രാൻസ്ഷിപ്മെന്റ് സൗകര്യം മാത്രം ഉണ്ടായിരുന്ന കണ്ടെയ്നറുകൾ മാത്രം കൈകാര്യം ചെയ്തിരുന്ന പോർട്ടിൽ നമുക്ക് കയറ്റുമതി ഇറക്കുമതി സംരംഭങ്ങൾക്ക് കൂടി ആരംഭം കുറിക്കുകയാണ്. ഇത് കേരളത്തെ വലിയ മാറ്റത്തിലേക്ക് വഴിതെളിക്കുമെന്ന കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയമില്ല. കേരളത്തിൻ്റെ മാത്രമല്ല, ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ കൂടെ ഗേറ്റ് വേ ആയി വിഴിഞ്ഞം മാറാൻ പോവുകയാണ്. ഈ സർക്കാരിൻ്റെ സ്വപ്ന പദ്ധതിയായ കേരളത്തെ തുറമുഖ നഗരമാക്കി മാറ്റുക എന്ന കാര്യത്തിനുള്ള ഒരു നല്ല തുടക്കം കൂടിയായിരിക്കും ഇത്. തുറമുഖത്തിന് പുറത്ത് ഒരുപാട് സൗകര്യങ്ങൾ കൂടുതലായി ഉണ്ടാവുകയാണ്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പരമ്പരാഗത വ്യവസായങ്ങളായ കശുവണ്ടി, കയർ, അതുപോലെ മത്സ്യ സംസ്കരണം, നമ്മുടെ സുഗന്ധദ്രവ്യ ഉൽപ്പന്നങ്ങൾ, ഒളിയോൺസൻസ് തുടങ്ങിയവ കയറ്റുമതി ചെയ്യുന്നതിന് പകുതി ചെലവ് മാത്രമേ ഇനി ഉണ്ടാവുകയുള്ളൂ. മാത്രമല്ല, അതിൻ്റെ ഷിപ്മെൻറ്റിനുള്ള സമയം നേർപകുതിയായി കുറയുകയും ചെയ്യാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ പോർട്ടിന് പുറത്ത് ഒരു വലിയ വ്യവസായ ശൃംഖല കേരളത്തിലുണ്ടാകും. ലോജിസ്റ്റിക്സ്, അതുപോലെ കണ്ടെയ്നർ ടെർമിനൽ സ്റ്റേഷൻസ് ഉണ്ടാകും. ലോജിസ്റ്റിക്സ് സൗകര്യങ്ങൾ ഉണ്ടാകുന്നതിനുള്ള അനുബന്ധ സൗകര്യങ്ങൾ ഉണ്ടാകും. ഇത് വലിയ മാറ്റത്തിന് കേരളത്തിൽ വഴിതെളിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കുറച്ചുകൂടി നമുക്ക് ക്ലാരിറ്റി ഉണ്ടായിട്ടുണ്ട്. ഇനി അതിന് വ്യക്തതയിലേക്ക് പോകാം. അങ്ങനെ പോകണമെങ്കിൽ ആദ്യം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഈ മദർ ഷിപ്പ് കൈകാര്യം ചെയ്യുന്ന വലിയ ഷിപ്പുകൾ കൈകാര്യം ചെയ്യുന്ന പോർട്ടുകൾ ഇന്ത്യയിൽ ഇപ്പോൾ 3 എണ്ണമേ ഉള്ളൂ എന്നതാണ് പ്രധാനമായും. മഹാരാഷ്ട്രയിലെ മുംബൈയിലെ, ഗുജറാത്തിലെ മുന്ദ്രയിലെ, ഇപ്പോൾ കേരളത്തിലെ വിഴിഞ്ഞത്തും. ഇത് മനസ്സിലാക്കുക. നമുക്കറിയാം, നമ്മുടെ തൊട്ടയൽപക്കത്തുള്ള തമിഴ്നാട്, ചെന്നൈയിൽ തുറമുഖമുണ്ട്, വലിയ തുറമുഖമാണ്. ആ തമിഴ്നാട്ടിലാണ് ദക്ഷിണേന്ത്യയിൽ ഏറ്റവും അധികം വ്യവസായങ്ങളുള്ളത്, ഏറ്റവും അധികം കയറ്റിറക്കുമതികളുള്ളത്. പക്ഷെ തമിഴ്നാട്ടിൽ അങ്ങനെ ഒരു തുറമുഖമില്ല. ചെന്നൈയിലെ തുറമുഖം പോലും ഇത്തരം മദർ ഷിപ്പുകൾ കൈകാര്യം ചെയ്യുന്ന വലിയ തുറമുഖമല്ല. എന്നാൽ വിഴിഞ്ഞത്തേത് വലിയ തുറമുഖമാണ്. ഇവിടേക്ക് നേരിട്ട് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും ലോകത്തിൻ്റെ മറ്റു പല ഭാഗങ്ങളിൽ നിന്നും വലിയ കപ്പലുകൾ എത്തുന്നു. ഈ കപ്പലുകൾ നേരത്തെ തന്നെ എത്തിത്തുടങ്ങി. ഇതുവരെ ഇവിടെ സംഭവിച്ചിരുന്നത്, ഈ കപ്പലുകളിൽ, വലിയ കപ്പലുകളിൽ ഇവിടെ കണ്ടെയ്നറുകൾ എത്തുന്നു, അതായത് ചരക്കുകൾ എത്തുന്നു. അത് മുഴുവൻ ഇവിടെ അൺലോഡ് ചെയ്യുന്നു. എന്നിട്ട് ചെറിയ കപ്പലുകളിൽ കയറ്റി മറ്റിടത്തേക്ക് അയക്കുന്നു എന്നതാണ്. എന്ന് വെച്ചാൽ യൂറോപ്പിൽ നിന്നും ഒരു MSCയുടെ വലിയ കപ്പലെത്തുന്നു, ഇവിടെ കൊണ്ടുവന്ന് കണ്ടെയ്നർ ഇടുന്നു. ഇവിടുന്ന് ചെറിയ കപ്പലിൽ ഇത് ചെന്നൈയിലേക്കോ വിശാഖപട്ടണത്തേക്കോ
അല്ലെങ്കിൽ മറ്റ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നു. ഇതായിരുന്നു ഇവിടുത്തെ രീതി. അതുകൊണ്ടുള്ള കുഴപ്പം ഒന്ന് കാലതാമസം. യൂറോപ്പിൽ നിന്നും ഇവിടേക്ക് സാധനം എത്തുന്നു. ഇവിടെ എത്തുന്ന സാധനം ക്രമമനുസരിച്ച് മറ്റ് കപ്പലുകളിൽ കയറ്റി മറ്റ് സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു. കാലതാമസം ഉണ്ടാവും. ആ കാലതാമസം പരിഹരിക്കപ്പെടുന്നു. ഇതായിരുന്നു ഇതുവരെയുള്ളൊരു വിഷയം. ഇനി ഒരു കാര്യം കൂടി മനസ്സിലാക്കണം. ഇതിനു മുൻപ്, അതായത് വിഴിഞ്ഞം പദ്ധതി വരുന്നതിന് മുൻപ് കേരളത്തിൽ നിന്നോ ദക്ഷിണേന്ത്യയിൽ എവിടെ നിന്നെങ്കിലുമോ നേരിട്ട് യൂറോപ്പിലേക്ക് സർവീസേ ഉണ്ടായിരുന്നില്ല. ഉദാഹരണത്തിന് നമുക്കൊരു സാധനം കയറ്റി അയക്കണമെങ്കിൽ നമ്മുടെ ഇവിടുത്തെ വ്യവസായികൾ സുഗന്ധദ്രവ്യങ്ങളാവട്ടെ, ചെമ്മീനാവട്ടെ, മറ്റ് സാധനങ്ങൾ ഉണ്ടെങ്കിൽ ആദ്യം ഇത് കൊച്ചിയിൽ എത്തിക്കണം. എന്നിട്ട് കൊച്ചിയിൽ നിന്നും ചെറിയ കപ്പലിൽ ഇത് മുംബൈയിൽ എത്തിക്കണം, അല്ലെങ്കിൽ കൊളംബോയിലോ സിംഗപ്പൂരിലോ ദുബായിലോ എത്തിക്കണം. അവിടെ നിന്നാണ് ഇത് പോയിക്കൊണ്ടിരുന്നത്. ദിവസങ്ങൾ എടുക്കുമായിരുന്നു. ഇനി അവർ പല റൂട്ടുകളിലൂടെ ആയിരിക്കും അവസാന ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും കൊച്ചിയിൽ നിന്നൊരു സാധനം അയക്കാൻ നമുക്കൊരു 60-80 ദിവസം വേണ്ടിയിടത്ത് ഇപ്പോൾ നമുക്കതിന് പകുതി സമയം മതി എന്ന് പറയുന്നത്. ഇപ്പോൾ അങ്ങനെയല്ല. ഇവിടെ നിന്ന് ഒരു കപ്പലിൽ സാധനം കയറ്റിവിട്ടാൽ യൂറോപ്പിലേക്ക് പോയാൽ 28 ദിവസം 30 ദിവസം കൂടി യൂറോപ്പിലെത്തും. നേരത്തെ 60 ദിവസം വേണ്ടി വരുമായിരുന്നു. വിഴിഞ്ഞം വരുന്നതിന് മുമ്പുണ്ടായിരുന്ന പ്രശ്നം ഒന്ന് കാലതാമസം. നമുക്കൊരു സാധനം വിടണമെങ്കിൽ 2 മാസമെങ്കിലും വേണ്ടി വരും. 2 അധിക ചെലവ്. ഇത് പരിഹരിക്കപ്പെട്ടു. വിഴിഞ്ഞം വന്നതോടെ ആ കാലതാമസം പകുതി പോയി. എന്നാലും വിഴിഞ്ഞത്തുണ്ടായിരുന്ന ഒരു പ്രശ്നം ഇവിടെ നിന്ന് കണ്ടെയ്നർ നീക്കം ഉണ്ടായിരുന്നില്ല എന്നതാണ്. അതായത് യൂറോപ്പിൽ നിന്ന് സാധനങ്ങൾ ഇങ്ങോട്ട് വരുന്നു. ഈ കണ്ടെയ്നർ ചെറു കപ്പലുകളിൽ മറ്റ് ചെറു തുറമുഖങ്ങളിലേക്ക് പോകുന്നു. എന്നാൽ ഇന്നത്തെ ഉദ്ഘാടനം എന്ന് പറയുന്നത് നമുക്ക് ലോറികളിൽ സാധനങ്ങൾ ഇവിടെ എത്തിക്കുക, എന്നിട്ട് ഇവിടെ വരുന്ന അതേ കപ്പലിൽ ഇവിടെ നിന്ന് സാധനം കയറ്റി അയക്കാം എന്നതാണ്. വലിയ മാറ്റമാണത്. ഇവിടേക്ക് കൊണ്ടുവരുന്ന കപ്പലുകളിൽ നിന്ന് അങ്ങോട്ട് സാധനം കയറ്റി അയക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല. കസ്റ്റംസ് അടക്കമുള്ള ഓഫീസ് സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല, റോഡ് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ റോഡ് പകുതി പൂർത്തിയാക്കി. അതുകൊണ്ട് നേരിട്ട് ഇവിടെ നിന്ന് ഉൽപ്പന്നങ്ങൾ ഇതേ വലിയ കപ്പലുകൾ നേരിട്ട് അയക്കും. ഇതുവരെ വിഴിഞ്ഞത്തേക്ക് സാധനങ്ങൾ എത്തിക്കുമായിരുന്നു യൂറോപ്പിൽ നിന്ന്. എന്നാൽ ഇനി മുതൽ ഇവിടെ നിന്ന് സാധനങ്ങൾ കൊണ്ടുപോകും. അതിന്റെ ഗുണം ഇവിടെയുള്ള ഉൽപ്പാദകർക്കാണ്. അപ്പം നമുക്ക് ഉൽപ്പാദകരില്ല. നമ്മുടെ കൊച്ചിയിലെ ചെമ്മീൻ അടക്കമുള്ള ആളുകളിലെ പച്ചക്കറി ഇങ്ങനെയുള്ള സാധനങ്ങൾ അതിന് നേരിട്ട് ഇങ്ങോട്ട് വരികയാണ്. കൊച്ചിയിൽ എത്തിച്ചിട്ട് കൊച്ചിയിൽ നിന്ന് വിഴിഞ്ഞത്തെത്തിക്കേണ്ട കാര്യം പോലുമില്ല. സമയം പോകും. അങ്ങനെ എത്തിക്കാം. അങ്ങനെ എത്തിക്കുന്നുണ്ട്. എന്നാൽ ഇവർക്ക് ഇവിടേക്ക് വന്ന് ഇവിടെ നിന്ന് നേരിട്ട് അയക്കാം. 1 മാസം തികയുന്നതിന് മുൻപ് യൂറോപ്പിലെത്തും. ഇനി ഇതിന്റെ പ്രായോഗിക കാര്യത്തിലേക്ക് കിടക്കണം. കേരളത്തിൽ അങ്ങനെ കയറ്റി അയക്കാൻ അധികം സാധനമൊന്നുമില്ല. കുറച്ച് ചെമ്മീനുണ്ട്, കുറച്ച് തുണിത്തരങ്ങളുണ്ട്, പഴം, പച്ചക്കറികളുണ്ട്. എന്നാൽ തമിഴ്നാട്ടിൽ അങ്ങനെയല്ല. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഉൽപ്പാദന സംസ്ഥാനങ്ങളിൽ ഒന്നാണ്. തിരുപ്പൂർ അടക്കമുള്ള ഇടങ്ങളിൽ കോടിക്കണക്കിന് രൂപയുടെ തുണിത്തരങ്ങളാണ് നിർമ്മിക്കുന്നത്. അവർക്ക് നേരിട്ട് ഇനി വിഴിഞ്ഞത്തേക്ക് കൊണ്ടുവരാം, ഇവിടുന്ന് കയറ്റി അയക്കാം. അതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. അതിന്റെ ഉദ്ഘാടനമാണ് ഇന്ന് നടക്കുന്നത്. തിരുവനന്തപുരത്തെ പ്രമുഖമായ എക്സ്പോർട്ടുകളായ നിലമേൽ എക്സ്പോർട്ട് കമ്പനിയുടെ ഒരു വലിയ കപ്പൽ നേരെ പോകുന്നത് തിരുവനന്തപുരത്ത് നിന്ന് സ്പെയിനിലെ ഒരു തുറമുഖത്തേക്ക് പോവുകയാണ്. 28 ദിവസം കൊണ്ട് ഇവിടെ എത്തും. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് 28 ദിവസം കൊണ്ട് സാധനം എത്തുന്നത്. അതിന് ഉദ്ഘാടനമാണ് നടത്തുന്നത്. ഇതോടുകൂടി വിഴിഞ്ഞത്തിന്റെ പ്രാധാന്യത്തിന് മാറുകയാണ്. ഇനിയുമുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പരിഹരിക്കാനുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കണ്ടെയ്നർ ഫ്രൈറ്റ് സ്റ്റേഷനാണ്. അതായത് നമ്മുടെ രാജ്യത്തിന്റെ നാനാഭാഗത്തു നിന്നും, പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും കണ്ടെയ്നറുകൾ എത്തുമ്പോൾ ഇവയ്ക്ക് പാർക്ക് ചെയ്യാനും ബാക്കി നടപടിക്രമങ്ങൾക്കായുള്ള ഫ്രൈറ്റ് സ്റ്റേഷൻ ഇതൊക്കെ കുറവാണിപ്പോൾ. അതുപോലെ വെയർ ഹൗസുകൾ വേണം. ലോറി വന്ന് ഇവിടെ കിടക്കാൻ പറ്റില്ല, ഊഴം കാത്ത് കിടക്കാൻ പറ്റില്ല. ലോറിക്ക് സാധനം ലോഡ് ചെയ്തിട്ട് പോകണം. വെയർ ഹൗസുകൾ വേണം, ലോജിസ്റ്റിക് പാർക്കുകൾ വേണം. ഇതൊക്കെ തുടങ്ങി വരുന്നതേ ഉള്ളൂ. ഞാൻ PRO മഹേഷ് ഗുപ്തനോട് ചോദിച്ചപ്പോൾ സ്വകാര്യ പാർട്ടികളും സർക്കാരും ഒക്കെ മത്സരിച്ച് ഈ സ്ഥാപനങ്ങൾ തുടങ്ങിയാണെന്ന് പറഞ്ഞു. ഈ ലോജിസ്റ്റിക് സെന്ററുകളും വെയർ ഹൗസുകളും കണ്ടെയ്നർ ഫ്രൈറ്റ് സ്പേസുകളും ഒക്കെ തുടങ്ങിയാണ്. അത് വളരെ സാവകാശമായിരുന്നു ഇതുവരെ. അതിന് വേഗത കൂടി. ഇവിടുത്തെ കച്ചവടം കൂടുന്നതനുസരിച്ച് ഇതെല്ലാം ആവശ്യമാണ്. അങ്ങനെ പടിപടിയായി നമ്മുടെ വിഴിഞ്ഞം എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഒരു കയറ്റിറക്കുമതി കേന്ദ്രമായി മാറും. നമുക്കിതിനുണ്ടാവുന്ന സാമ്പത്തിക നേട്ടം ചില്ലറയാവില്ല. അതുകൊണ്ടാണ് VD സതീശന്റെ സമുദ്ര മിഷൻ ഉദ്ഘാടനമായി ഇത് കണക്കാക്കപ്പെടുന്നത്. കാരണം ഇവിടെ നിന്ന് ഈ ലോറികളെല്ലാം വരുമ്പോൾ നമുക്കുണ്ടാവുന്ന സാമ്പത്തിക നേട്ടമുണ്ട്. ഇതിനോടനുബന്ധിച്ച് ഒരുപാട് അനുബന്ധ വ്യവസായങ്ങൾ വളർന്നു വരും. ഇപ്പോഴും നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അവിടെ നിന്നൊരു ട്രെയിൻ സർവീസ് സെറ്റ് ചെയ്തിട്ടില്ല, റോഡ് പണി പൂർത്തിയായിട്ടില്ല, നമ്മുടെ ദേശീയപാതയുമായി കണക്ട് ചെയ്യുന്ന ബൈപ്പാസ് ശോചനീയ അവസ്ഥയിലാണ്. മാത്രമല്ല ദേശീയപാത നിർമ്മാണം പൂർത്തിയായിട്ടില്ല. ഇത് ഫുൾ ഫ്ലഡ്ജിലാവണമെങ്കിൽ, ഇത് ഫലപ്രദമായി മാറണമെങ്കിൽ ദേശീയപാത നിർമ്മാണം പൂർത്തിയാവണം. അത് ഇതുവരെ പൂർത്തിയായിട്ടില്ല. ദേശീയപാത കൂടി നിർമ്മിച്ചു കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന സാമ്പത്തിക നേട്ടം ചില്ലറയാവില്ല. അതെ, VD സതീശൻ കാണുന്ന സ്വപ്നം വെറുതെയാവില്ല. കേരളം സാമ്പത്തികമായി വലിയൊരു കുതിച്ചുകയറ്റത്തിന് തയ്യാറെടുക്കുകയാണ്. വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട അനുബന്ധ വികസനങ്ങൾ കുറച്ചുകൂടി ചെയ്യാനുണ്ട്. ഒപ്പം തന്നെ ദേശീയപാത പൂർത്തിയാണെങ്കിൽ മാത്രമേ ഈ ലക്ഷ്യം പൂർത്തിയാവും. പക്ഷേ ഇതൊരു തുടക്കമാണ്. ദക്ഷിണേന്ത്യയിൽ നമ്മൾ മുമ്പിലെത്തുന്നു. എന്നെ അതിശയിപ്പിക്കുന്നത് ഇത്രയും പ്രാധാന്യമുള്ള ഈ തുറമുഖം ഇത്രയും കാലം വലിച്ചു നീട്ടിയല്ലോ എന്നാണ്. തിരുവിതാംകൂർ രാജാവ് ഈ പദ്ധതിയുടെ പ്രാധാന്യം ചൂണ്ടിക്കാട്ടിയതാണ്. ഇത് അന്താരാഷ്ട്ര കപ്പൽപാതയുടെ അടുത്താണ്. ഇതിൻ്റെ ആഴവും സൗകര്യവും വളരെയധികം ഫലപ്രദമാണ്. മറ്റു പല തുറമുഖങ്ങൾക്കും ഇല്ലാത്ത സൗകര്യമുണ്ട്. പക്ഷേ ഇത്രയും കാലം ആർക്കും ഇത്
ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല. ഒടുവിൽ ഉമ്മൻചാണ്ടി വേണ്ടി വന്നു ഇതിനു വേണ്ടി റിസ്ക് എടുക്കാൻ. ആ റിസ്കിന് ഫലം കണ്ടിരിക്കുന്നു. കേരളത്തിന്റെ വളർച്ച ഇവിടെ ആരംഭിക്കുകയാണ്. പടിപടിയായി വിഴിഞ്ഞം തുറമുഖം വളർന്നുകൊണ്ടേയിരിക്കും. അനുബന്ധ വ്യവസായങ്ങൾ, അനുബന്ധ സൗകര്യങ്ങൾ വളർന്നുകൊണ്ടേയിരിക്കും. ഇതുവഴി ഉണ്ടാകുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങൾ കേരളത്തിന്റെ മുഖഛായ തന്നെ മാറ്റും. ഈ ഒരു വിഴിഞ്ഞം തുറമുഖം വഴി തിരുവനന്തപുരമല്ല, കേരളം തന്നെ സമ്പന്നമാവുന്ന സാഹചര്യം രൂപപ്പെടുന്നു. ക്വാളിറ്റിയുള്ള, ലോകത്തിന് ആവശ്യമുള്ള സാധനങ്ങൾ ഉത്പാദിപ്പിച്ചാൽ നമുക്ക് വേഗം ലോകത്ത് എവിടെയും എത്തിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാവും. പ്രത്യേകിച്ച് യൂറോപ്യൻ യൂണിയനുമായും ബ്രിട്ടനുമായും ഇന്ത്യ വ്യാപാര കരാറിൽ ഒപ്പുവെച്ചിരിക്കുന്നു. ഒരു നികുതിയുമില്ലാതെ നമ്മുടെ സാധനങ്ങൾ അവിടേക്ക് എത്തിക്കുന്ന സാഹചര്യം ഉടൻ സംജാതമാവുകയാണ്. എന്ന് വെച്ചാൽ അധ്വാനിക്കുന്നവർക്ക്, മനസ്സുള്ളവർക്ക് ഇവിടെ വലിയ തോതിൽ വ്യവസായങ്ങളും സ്ഥാപനങ്ങളും ഒക്കെ തുടങ്ങാൻ പറ്റുന്ന സാഹചര്യത്തിൻ്റെ സൃഷ്ടിയാണ്. അതിലെ ഏറ്റവും നിർണായകമായ ദിനമാണ് വി ഡി സതീശൻ ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നത്. പിണറായി വിജയന് നിരാശ തോന്നുന്നുണ്ടാവും ഈ ഒരു ആഘോഷം കൂടി നടത്തി പടിയിറങ്ങാൻ കഴിയാതെ പോയതിൽ.